കേരളത്തിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടന്നു. പൊതുവെ UDFനാണ് മേൽക്കൈ ഉണ്ടായിരിക്കുന്നത്. ഇനി അടുത്ത് തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. ഈ ഒരു തെരഞ്ഞെടുപ്പ് സംസ്ഥാന ഗവൺമെന്റിന്റെ വിലയിരുത്തലായിട്ടാണ് പൊതുവെ കരുതുക. കാരണം ഒരു സംസ്ഥാന സർക്കാരിനെ വിലയിരുത്തിയാണ് അടുത്ത സംസ്ഥാന സർക്കാരിനെ തെരഞ്ഞെടുക്കുന്നത്. പക്ഷെ ഇവിടെ ഗവൺമെന്റിന്റെ പെർഫോമൻസിനേക്കാൾ കൂടുതൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇഷ്യൂ ബേസ്ഡ് പൊളിറ്റിക്സിനേക്കാൾ കൂടുതൽ ഒരു മതപരമായ ധ്രുവീകരണത്തിൻ്റെതായ ഒരു സ്ഥിതിയാണ് നമുക്ക് പൊതുവെ കാണാൻ കഴിയുന്നത്. കുറച്ച് പഠനങ്ങൾ നടത്തി നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും, ന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് മുസ്ലിം ന്യൂനപക്ഷം, അതോടൊപ്പം തന്നെ ക്രിസ്ത്യൻ ന്യൂനപക്ഷം, ഈ ന്യൂനപക്ഷങ്ങൾ കൂടുതലുള്ള സ്ഥലങ്ങൾ, അല്ലെങ്കിൽ ന്യൂനപക്ഷങ്ങൾ 40%, 45% വരുന്ന ജില്ലകളിൽ മൃഗീയമായ ഭൂരിപക്ഷമാണ് UDFന് ലഭിച്ചിരിക്കുന്നത്. അതേസമയത്ത് ന്യൂനപക്ഷങ്ങൾ ഏതാണ്ട് സന്തുലിതമായിട്ടുള്ള സ്ഥലങ്ങളിൽ കുറച്ചുകൂടി ഭൂരിപക്ഷം UDFന് കുറവാണ്. എന്നാൽ LDF നേടിയിരിക്കുന്നതാകട്ടെ ഹിന്ദുക്കൾക്ക് പൊതുവെ സ്വാധീനമുള്ള സ്ഥലങ്ങളിലാണ് LDFന് സ്വാധീനമുണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ LDFന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടായിരിക്കുന്നത്. ഇത് സൂചിപ്പിക്കുന്നത് കേരളത്തിൽ ഒരു ഇഷ്യൂ ബേസ്ഡ് പൊളിറ്റിക്സിനേക്കാൾ കൂടുതൽ ഒരു വർഗീയമായ ചേരിതിരിവാണോ കേരളത്തിൽ നടക്കാൻ പോകുന്നത് എന്നുള്ള ചിന്തകളാണ് നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ വിഷയത്തിൽ നമ്മളോട് പ്രതികരിക്കുന്നത് കേന്ദ്ര സർവകലാശാല മുൻ പ്രോ വൈസ് ചാൻസലർ ഡോക്ടർ K ജയപ്രസാദാണ്. ഇത് ഒരു ഇഷ്യൂ ബേസ്ഡ് പൊളിറ്റിക്സ്, ഒരു കമ്മ്യൂണൽ പൊളിറ്റിക്സിന് വഴിമാറി കൊടുക്കുന്ന ഒരു സ്ഥിതിയാണോ നമുക്ക് കാണാൻ കഴിയുന്നത്? അതെ, തീർച്ചയായിട്ടും. കേരളത്തിലെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ ഒരു അവലോകനം നടത്തുകയാണെങ്കിൽ നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചതുപോലെ കഴിഞ്ഞ 10 വർഷത്തെ, അല്ലെങ്കിൽ വിശേഷം കഴിഞ്ഞ 5 വർഷത്തെ ദുർഭരണത്തിനെതിരായി, അഴിമതിക്കെതിരായിട്ട്, ശബരിമലയിലെ സ്വർണ്ണക്കൊള്ള ഉൾപ്പെടെയുള്ള അത്തരം വിഷയങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിലൊക്കെ വലിയ ഒരു പ്രതികരണം കേരളത്തിലെ ജനങ്ങളിൽ നിന്നുണ്ടാകുമെന്നായിരുന്നു പൊതുവെ രാഷ്ട്രീയ നിരീക്ഷകർ കരുതുന്നത്. കാരണം 10 വർഷത്തെ ഒരു ഗവൺമെന്റിനെതിരായ ആന്റി ഇൻകംബൻസി ഫാക്ടർ വളരെ വലുതാകുമെന്നുള്ള തരത്തിലായിരുന്നു. പക്ഷെ നമ്മൾ ഈ തെരഞ്ഞെടുപ്പിനെ സൂക്ഷ്മമായി അവലോകനം ചെയ്യുമ്പോൾ കേരളത്തിലെ 14 ജില്ലകളെ നമുക്ക് ഏതാണ്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഈ 14 ജില്ലകളെ നമ്മൾ കാണേണ്ടത് 5 ജില്ലകൾ, 14 ജില്ലകളിലെ ന്യൂനപക്ഷങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ജില്ലയാണ്. അതായത് 50% മുകളിലാണ്. അതായത് മലപ്പുറം, എറണാകുളം, വയനാട്, ഇടുക്കി, കോട്ടയം, ഈ 5 ജില്ലകളിലാണ് ഹിന്ദു സമൂഹം 50% താഴെയാണ് ന്യൂനപക്ഷങ്ങൾ ഭൂരിപക്ഷമുള്ളത്. അപ്പൊ UDFന് ഈ 5 ജില്ലകളിലും മൃഗീയമായ ഭൂരിപക്ഷം ലഭിച്ചു. അതിൽ എടുത്തു പറയേണ്ടത് UDFന് കിട്ടിയ 7.5 ലക്ഷത്തോളം വോട്ടിന്റെ വ്യത്യാസമുണ്ട് UDF LDF തമ്മിൽ. ആ വോട്ടിൽ തന്നെ ഏതാണ്ട് 5.5-6 ലക്ഷം വോട്ട് ലഭിച്ചത് മലപ്പുറം ജില്ലയിൽ നിന്നാണ് അധികമായിട്ട് ലഭിച്ചത്. മലപ്പുറം ജില്ലയിലെ UDFന് ലഭിക്കുന്നത് ഏതാണ്ട് 56.18% സീറ്റാണ്. ജില്ലാ പഞ്ചായത്തിൽ ഉൾപ്പെടെ പല സമിതികളിലും പ്രതിപക്ഷം തന്നെ ഇല്ലാത്ത അവസ്ഥയിൽ. അപ്പൊ കേരള ചരിത്രത്തിൽ ആദ്യമായിട്ടുള്ളൊരു മുസ്ലിം പോളറൈസേഷൻ നടക്കുന്നത് ഈ തെരഞ്ഞെടുപ്പിലാണ്. അപ്പൊ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും മലപ്പുറം ജില്ലയിലെ വലിയൊരു ശതമാനം സീറ്റുകളിൽ ഇടതുപക്ഷത്തിന് ലഭിക്കുകയും ആ തരത്തിൽ മുസ്ലിം വിഭാഗങ്ങളിൽ തന്നെ വ്യത്യസ്തമായിട്ട് വോട്ട് മാറുകയും ചെയ്യും. ഇത്തവണ വെൽഫെയർ പാർട്ടിയുടെ ഔദ്യോഗിക പിന്തുണ ഉണ്ടായിരുന്നു, SDPIയുടെയും മുസ്ലിം ലീഗിന്റെയും. അപ്പം ഇതിനൊക്കെ അതീതമായിട്ട് ഒരു മതാടിസ്ഥാനത്തിലുള്ള ഒരു പോളറൈസേഷൻ ആ ജില്ലയിൽ നടന്നതായിട്ട് കാണാം. അതുപോലെ തന്നെയാണ് എറണാകുളം ജില്ല. ഏതാണ്ട് 1,41,000 വോട്ടിന്റെ വ്യത്യാസം ഇടതു മുന്നണിയും വലതു മുന്നണിയും തമ്മിലുണ്ട്. അപ്പം ചുരുക്കത്തിൽ എറണാകുളവും മലപ്പുറം ജില്ലയുമാണ് UDF വോട്ടിന്റെ, അതായത് UDF LDF വോട്ടിന്റെ അന്തരം എന്ന് പറയുന്നത്. നമ്മൾ 7.5 ലക്ഷം വോട്ടുണ്ടെങ്കിൽ ആ 7 ലക്ഷത്തിൽ ഏതാണ്ട് 6.5 ലക്ഷം വോട്ട് ഈ 2 ജില്ലകളിൽ നിന്നാണ്. അപ്പൊ കേരളത്തിൽ ഒരുപോലെ ഗവൺമെന്റിനെതിരായ ഒരു വികാരം വന്നിട്ടില്ല. നമ്മൾ മറ്റൊന്ന് കാണേണ്ടത് വയനാട്, ഇടുക്കി, കോട്ടയം, ഈ 3 ജില്ലകളിലും അതുപോലെ വളരെ അനുകൂലമായ, അതിൽ ഇടതുപക്ഷത്ത് മാണി ഗ്രൂപ്പ് കേരള കോൺഗ്രസ് ഉണ്ടായിട്ട് പോലും UDFന് മേൽക്കോയ്മ ലഭിച്ചു എന്നുള്ളതാണ്. ക്രിസ്ത്യൻ വോട്ടും മുസ്ലിം വോട്ടും ഒരുപോലെ മതപരമായ ഒരു പോളറൈസേഷൻ കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. രണ്ടാമത് അതുപോലെ തന്നെയാണ് 3 മറ്റു ജില്ലകളുണ്ട്. അപ്പോൾ UDFന് മേൽക്കോയ്മ ലഭിച്ച താരതമ്യേന ബെറ്റർ ആയിട്ടുള്ള മറ്റു 3 ജില്ലകൾ കൂടെയുണ്ട്. അതായത് കാസർഗോഡ്, പത്തനംതിട്ട, കോഴിക്കോട്. ഈ കാസർഗോഡും പത്തനംതിട്ടയും കോഴിക്കോടിന്റെയും പ്രത്യേകത 45% ന്യൂനപക്ഷങ്ങളുള്ള ജില്ലയാണ്. നമ്മൾ ആദ്യം സൂചിപ്പിച്ച 5 ജില്ലകളിൽ
ഹിന്ദുക്കൾ 50% താഴെയാണെങ്കിൽ ഇവിടെ ഹിന്ദുക്കൾക്ക് നാമമാത്രമായ ഭൂരിപക്ഷമുണ്ട്. പക്ഷേ മേൽക്കോയ്മ ന്യൂനപക്ഷങ്ങൾക്കുള്ള ജില്ലകളാണ്. അപ്പം കാസർഗോഡും പത്തനംതിട്ടയും കോഴിക്കോടും ഈ 3 ജില്ലകളിലും UDF-നാണ് മേൽക്കോയ്മ. കോഴിക്കോട് പൊതുവെ ജില്ലാ പഞ്ചായത്തൊക്കെ LDF ഭരിച്ചിരുന്ന. അതെ അതെ, കോഴിക്കോട് പക്ഷേ LDF അത്ര പുറകിൽ പോയെന്ന് പറയാൻ കഴിയില്ല. എന്നാലും ഇടതുപക്ഷവും കോൺഗ്രസ് തമ്മിൽ 3% വ്യത്യാസമേ ഉള്ളൂ. ഇടതുപക്ഷത്തിന് അത്ര വലിയ ക്ഷീണം കോഴിക്കോടുണ്ടായെന്ന് പറയാൻ പറ്റും. പക്ഷെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പായിട്ട് നോക്കുമ്പോൾ കുറവാണെന്നേ ഉള്ളൂ. അപ്പം ഇടതുപക്ഷത്തിന് വലിയ ഡാമേജ് വന്നിട്ടില്ല നമ്മള് വോട്ടിങ്ങിന്റെ പാറ്റേൺ നോക്കുമ്പോൾ. പക്ഷെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഇപ്പൊ വടകര ലോക്സഭാ മണ്ഡലത്തിലെ ഏതാണ്ട് 5 മണ്ഡലങ്ങൾ കോഴിക്കോട് ജില്ലയിലാണ്. വടകരയിലൊക്കെ കാര്യമായ വ്യത്യാസം. അല്ല, അത് ഞാൻ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ പ്രത്യേകത പരമ്പരാഗതമായിട്ട് ലോകസഭാ തെരഞ്ഞെടുപ്പിനെ നമുക്ക് മറ്റ് തെരഞ്ഞെടുപ്പായി താരതമ്യം ചെയ്യാറില്ല. കാരണം കേരളത്തിലെ ന്യൂനപക്ഷങ്ങൾ എല്ലാ കാലഘട്ടത്തിലും ലോകസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് അനുകൂല നിലപാടെടുക്കും. അത് 2004 മാത്രമാണ് അതിനൊരു എക്സെപ്ഷൻ വന്നത്. അന്ന് വാജ്പേയി ഭരണത്തിനെതിരായ ഒരു വികാരമായിട്ട് ഇടതു മുന്നണിക്കാണെന്ന് വോട്ട് കൊടുത്തത്. അപ്പൊ ഇതിൽ നമ്മൾ 14 ജില്ലകളിൽ 8 ജില്ലകളിലാണ് UDF-ന് മേൽക്കോയ്മയുള്ളത്. അതിൽ 5 ജില്ലകളിൽ വൻപിച്ച മേൽക്കോയ്മയും മറ്റു 3 ജില്ലകളിൽ, അതായത് കാസർഗോഡ്, പത്തനംതിട്ട, കോഴിക്കോട് ജില്ലകളിൽ നമ്മൾ നിയമസഭാ സീറ്റിന്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോഴും ഇതിൽ LDF-ന് താരതമ്യേന ബെറ്റർ എന്ന് പറയാൻ പറ്റും. പക്ഷെ അവർ വിചാരിച്ച വിധം മുന്നേറാൻ കഴിയില്ല. അപ്പം ഹിന്ദുക്കൾ കൂടുതലുള്ള സ്ഥലത്താണ് LDF 6 ജില്ലകളാണ്. അതെ, ഇനി നമ്മൾ പറയാൻ പോകുന്ന 6 ജില്ലകൾ, കേരളത്തിലെ 6 ജില്ലകൾ താരതമ്യേന വലിയ ജില്ലകളാണ്. അതായത് കണ്ണൂർ, പാലക്കാട്, തൃശ്ശൂർ, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം. ഈ 6 ജില്ലകളിൽ കൂടെ 69 സീറ്റ്, അതായത് നിയമസഭയുടെ പകുതി സീറ്റുകളാണ്, ഒരു സീറ്റിന്റെ കുറവാണുള്ളത്. 69 സീറ്റുകൾ ഡിവൈഡ് ചെയ്യുന്ന 6 ജില്ലകളിലെ വോട്ടിംഗ് പാറ്റേൺ നമ്മൾ നോക്കുമ്പോൾ 6 ജില്ലകളിലും ഇടതുപക്ഷത്തിനാണ് മേൽക്കോയ്മ. അവിടെയാണ് ഞാൻ പറഞ്ഞത്, കേരളത്തിലെ വോട്ടർമാർ ഒരു ഇഷ്യൂ ബേസ്ഡ് ആയിട്ടാണ് അവര് പ്രതികരിച്ചിരുന്നെങ്കിൽ ഈ അഴിമതി ഭരണത്തിനെതിരായിട്ട് അല്ലെങ്കിൽ ശബരിമലയിലെ കൊള്ളയ്ക്കെതിരായിട്ട് ആ തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടല്ലോ കേരളത്തില്. അപ്പൊ ആ ദുർഭരണത്തിനെതിരായ വിധി ഈ ഹിന്ദു ഭൂരിപക്ഷ 6 ജില്ലകളിൽ ഉണ്ടായില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു വസ്തുത. ഇതിലൊരു മലപ്പുറം ജില്ലയിൽ ഇപ്പം കേരളത്തിൽ മൊത്തം ഇടതുപക്ഷം അധികാരത്തിൽ വരുന്ന സമയത്ത് മലപ്പുറം ജില്ലയിൽ UDF തന്നെയാണ് അധികാരം. അല്ല, കഴിഞ്ഞ 2021 തെരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ, അതെ, മലപ്പുറം ജില്ലയിൽ ആദ്യമായിട്ട് ഇടതുപക്ഷ സ്വതന്ത്രം എന്നത് അന്ന് അൻവർ ഉൾപ്പെടെയുള്ള ആൾക്കാർ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ പൊതുവെ കഴിഞ്ഞ വർഷം 2021 തെരഞ്ഞെടുപ്പിൽ മലപ്പുറം, കോഴിക്കോട്, വയനാട് ഉൾപ്പെടെയുള്ള മേഖലയിൽ, മുസ്ലിം മേഖലകളിൽ താരതമ്യേന LDF-ന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സീറ്റ് ലഭിച്ച ചരിത്രവുമുണ്ട്. അപ്പൊ ഞാൻ ഉദ്ദേശിച്ചത്, അതായത് ഒരു ഇഷ്യൂ ബേസ്ഡ് ആയിട്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്തെങ്കിൽ ഈ ഒരു അന്തരം നമുക്ക് കാണാൻ കഴിയില്ല. അപ്പൊ നമുക്ക് സർപ്രൈസ് ആയത്, ശബരിമല പോലെയുള്ള ഒരു വലിയ വിഷയം ഉണ്ടായിട്ട് പോലും പത്തനംതിട്ട മാത്രമല്ല, ഹിന്ദുക്കൾക്ക് മഹാഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ LDF-നാണ് 1ാം സ്ഥാനം. BJP-ക്ക് താരതമ്യേന ഈ കണ്ണൂർ ഒഴിച്ചുള്ള പാലക്കാട്, തൃശ്ശൂർ, ആലപ്പുഴ, കൊല്ലം, തിരുവനന്തപുരം ഈ 5 ജില്ലകളിൽ BJP-ക്ക് താരതമ്യേന, അതായത് 20 മുതൽ 25% വരെ, 19 മുതൽ 25% വരെയുള്ള വോട്ട് ലഭിച്ചിട്ടുണ്ട്. അതായത് ഭൂരിപക്ഷ സമുദായത്തിന്റെ വോട്ടുകൾ ഇടതുപക്ഷത്തിനും BJP ആയിട്ട് അതാണ് ഷെയർ ചെയ്യുന്നത്. ഉദാഹരണത്തിന് തിരുവനന്തപുരം ജില്ലയിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ UDF-ന് 35% വോട്ട് ലഭിച്ചപ്പോൾ LDF-ന് 37%, BJP-ക്ക് 25.8%. അത് കൊല്ലത്ത് വരുമ്പോഴത്തേക്കും UDF-ന് 38%, LDF-ന് 41%, BJP-ക്ക് 19.35%. ആലപ്പുഴയിൽ അതുപോലെ UDF-ന് 38%, LDF-ന് 40.33%, BJP-ക്ക് 20.38%. തൃശ്ശൂർ 37% UDF-ന്, 40.6% LDF-ന്, 20.22% BJP-ക്ക്. പാലക്കാട് അതുപോലെ BJP-ക്ക് 18%, UDF-ന് 38%, LDF-ന് 42% വരും, 41.95%. ഇവിടെ അല്ല, കണ്ണൂരും കൂടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കണ്ണൂർ UDF-ന് 40%, LDF-ന് 45%, BJP-ക്ക് 12%. അപ്പൊ കേരളത്തിലെ വോട്ടിംഗ് പാറ്റേണിലുണ്ടായ ഒരു വർഗീയ ധ്രുവീകരണം വളരെ പ്രകടമായി നമുക്ക് കാണാൻ കഴിയും. ന്യൂനപക്ഷ മേഖലകളിൽ കോൺഗ്രസ് അനുകൂലമായ ഒരു നിലപാടിലേക്ക് വരികയും, അപ്പം ഇഷ്യൂവിനേക്കാൾ ഉപരി അവിടെ മറ്റെന്തോ ഘടകം വോട്ട് ചെയ്യുന്നതിനെ സ്വാധീനിച്ചിട്ടുണ്ട്. അതായത് യൂണിഫോം ആയിട്ട് കേരളത്തിലെ ജനങ്ങളുടെ ഒരു പ്രതികരണം ഈ വോട്ടിംഗ് പാറ്റേണിൽ കാണാൻ കഴിയില്ല. ചിലപ്പോ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പുമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് ഏതാണ്ട് 60ഓളം മണ്ഡലങ്ങളിലാണ് ഇപ്പൊ LDF ലീഡ് ചെയ്യുന്നത്, 140. അപ്പം അവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിം വോട്ട് തീരെ അവർക്ക് കിട്ടിയിട്ടില്ല, ക്രിസ്ത്യൻ വോട്ട് കിട്ടിയിട്ടില്ല. എനിക്ക് തോന്നുന്നു
CPM സ്വാധീനമുള്ള സാമാന്യം സ്വാധീനമുള്ള പ്രദേശങ്ങൾ, അതേസമയത്ത് UDF ചെറിയ മേൽക്കൈ ഉണ്ടായിരുന്ന സ്ഥലങ്ങളിൽ അത് തിരിച്ചു പിടിക്കാൻ ഒരു 10-20 നിയോജകമണ്ഡലങ്ങളെങ്കിലും തങ്ങളുടെ ഭാഗത്തെ കൊണ്ടുവരാൻ കുറച്ചെങ്കിലും മുസ്ലിം വോട്ട് അവർക്ക് അനുപേക്ഷണീയമാണ് CPM സംബന്ധിച്ചിടത്തോളം. എനിക്ക് തോന്നുന്നു അതിനുള്ളൊരു ശ്രമത്തിന്റെ ഭാഗമായിട്ടായിരിക്കാം മലയാളികൾ ഒന്നും തന്നെ ഇല്ലെങ്കിലും ബാംഗ്ലൂരിലെ ഡിമോളിഷൻ സ്ഥലത്തൊക്കെ റഹീമും അതുപോലെയുള്ള ആളുകളൊക്കെ പോയി ഒരു കലുഷിതമായ ഒരു അന്തരീക്ഷത്തെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ചത് എന്ന് തോന്നുന്നു, അല്ലെ? പക്ഷേ കഴിഞ്ഞ 5 വർഷത്തെ ഇടതുപക്ഷ മുന്നണിയുടെ ഭരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മുസ്ലിം അനുകൂല നിലപാടെടുത്തിട്ട് ഗവൺമെന്റാണ്. മാത്രമല്ല നിയമസഭ 6ഓളം പ്രമേയങ്ങൾ, അതായത് പൊതുവെ ഇന്ത്യയിൽ കോൺഗ്രസ് അല്ലെങ്കിൽ മുസ്ലിം ഇൻട്രസ്റ്റിന്റെ പേര് പറഞ്ഞിട്ട് CAA-ക്കെതിരെയായിട്ടാണെങ്കിലും ഗാസയുടെ വിഷയത്തിൽ ഏറ്റവും കൂടുതൽ ജനകീയ മുന്നേറ്റം നടത്തിയ കേരളത്തിലാണ്. അത് അവിടെ നിന്ന് തന്നെ ആൾക്കാരെ കൊണ്ടുവന്ന് ഇവിടെ കേരളത്തിൽ വരുന്ന സാഹചര്യം ഉണ്ടായി. അതോടൊപ്പം തന്നെയാണ് SIR വരെ ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഒരു മുസ്ലിം കോസിന് വേണ്ടിയിട്ട് ഐകകണ്ഠേന പ്രമേയം കൊണ്ടുവന്നു. അതുപോലെ തന്നെയാണ് കോമൺ സിവിൽ കോഡിനെതിരാണെങ്കിൽ എല്ലാത്തിലും, കാശ്മീരിന്റെ വിഷയത്തിലെതിരായിട്ടാണെങ്കിലും കേരളത്തിലെ മുസ്ലിം ലീഗിന്റെ സമീപനം എന്താണോ, മുസ്ലിം തീവ്രവാദികളുടെ സമീപനം എന്താണോ, അത് തന്നെയാണ് കേരള ഗവൺമെന്റ് സ്വീകരിച്ചത്. പക്ഷെ മുസ്ലിങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് കേരളത്തിലെ ഇടതുമുന്നണി സർക്കാർ മാറാൻ തയ്യാറാണ്, അല്ലെങ്കിൽ അവർക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നു. പക്ഷെ മുസ്ലിം വിഭാഗം സർക്കാരിനെ അവിടെയാണ് ഞാൻ സൂചിപ്പിച്ചത്. മുസ്ലിം സമൂഹത്തിന് അനുകൂലമായ നിലപാട്, പ്രകടമായ നിലപാടെടുത്ത ഒരു ഗവൺമെന്റാണ് ഇടതുമുന്നണി സർക്കാർ. പക്ഷേ മുസ്ലിം സംഘടനകൾക്ക് ഗവൺമെന്റിൽ സ്വാധീനം കുറവായിരുന്നു. ആ വ്യത്യാസമുണ്ട്. അപ്പൊ ഇവിടെ നമ്മൾ കാണുന്ന ഈ വോട്ടിംഗ് പാറ്റേൺ പരിശോധിക്കുമ്പോൾ മുസ്ലിം സംഘടനകൾ വേണം ഗവൺമെന്റ് നയിക്കേണ്ടതാണ്. മുസ്ലിം താല്പര്യം ഇടതുമുന്നണി സംരക്ഷിച്ചാലും അതിലവർ സാറ്റിസ്ഫൈഡ് അല്ല. കാരണം മുസ്ലിം സംഘടനകൾക്ക് പങ്കാളിത്തമില്ല. ഈ ഒരു ഗുരുതരമായ ഒരു വിഷയമുണ്ട്. അപ്പം ഇപ്പൊ ഉദാഹരണത്തിന് UDF ഭരിച്ചിരുന്നെങ്കിൽ ഈ 6 പ്രമേയങ്ങൾ ഐകകണ്ഠേന പാസ്സാകണമെന്നില്ല. അപ്പൊ ഇടതുപക്ഷം കാണിച്ച അത്രയും തന്റെ UDF കാണിക്കണം. മുസ്ലിം അനുകൂല നിലപാട് സ്വീകരിച്ചിട്ട് തീർച്ചയായിട്ടും നിലപാട് അതിൻ്റെ അകത്ത് വളരെ നമ്മളിപ്പോ SIR പോലുള്ള വിഷയങ്ങൾ പോലും വർഗീയവൽക്കരിച്ചുകൊണ്ട് ഇത് മുസ്ലിമിനെതിരാണെന്നുള്ള നിലപാടിലൂടെ പ്രമേയം പാസ്സാക്കാൻ നിയമസഭയ്ക്ക് കഴിഞ്ഞു. അപ്പൊ CAA വന്നപ്പോൾ അതിലും അതേ നിലപാട് തന്നെയാണ് എടുത്തത്. ഇപ്പൊ ഈ വിഷയത്തിൽ തന്നെ, ബാംഗ്ലൂർ വിഷയത്തില് മറ്റൊരു സംസ്ഥാനത്ത് നടക്കുന്ന ഒരു വിഷയം, ആ സംസ്ഥാനത്തെ ലോ ആൻഡ് ഓർഡർ ആയിട്ട് അഡ്മിനിസ്ട്രേറ്റീവ് പ്രോബ്ലം ആണ്. അതിന്റെ ഇരയാക്കപ്പെട്ട ആളുകൾ മലയാളികൾ നമുക്ക് ഇടപെടുന്നതിൽ ഒരു ന്യായമുണ്ട്. അല്ലാതെ മറ്റൊരു സംസ്ഥാനത്തിന്റെ പൊളിറ്റിക്സിനകത്ത് കേരളത്തിലെ പൊളിറ്റീഷ്യൻസ് പോയി ഇടപെടേണ്ട യാതൊരു കാര്യമില്ലല്ലോ. അപ്പൊ അത് പ്യൂർലി ഓൺ റിലീജിയസ് ബേസിസ് ആണ് നമുക്ക് മനസ്സിലാവും. അതിൽ മാത്രമല്ല, നമ്മളിപ്പോ ഒറ്റപ്പെട്ട ചില സംഭവങ്ങളുണ്ടല്ലോ, പശുമാംസം കഴിച്ചതിന്റെ പേരില്, അതുപോലെയുള്ള വിഷയങ്ങളിലൊക്കെ കേരളത്തിലെ ഇടതു ഗവൺമെന്റ് വളരെ ഇൻട്രസ്റ്റ് കാണിച്ചിരുന്നു. അപ്പൊ കേരളത്തിലെ മുസ്ലിം ഇൻട്രസ്റ്റിന് കേരളത്തിൽ മാത്രമല്ല അന്താരാഷ്ട്ര വിഷയങ്ങളിൽ പോലും മുസ്ലിം ഇൻട്രസ്റ്റിനോടൊപ്പം 100% പിന്തുണ കൊടുക്കുകയും പ്രകടനപരമായി തന്നെ അവർ അതിനുവേണ്ടി നിലപാടെടുക്കുകയും ചെയ്തതാണ് ഇടതുമുന്നണി. അപ്പൊ മുസ്ലിം നിലപാടിനെതിരായ ഒരു സർക്കാരല്ല കേരളത്തിലുള്ളത്. പക്ഷേ മുസ്ലിം സംഘടനകളുടെ പങ്കാളിത്തം അതിനകത്തില്ല എന്നേ വരുന്നുള്ളൂ. ഉദാഹരണത്തിന് മുത്തലാഖ് വിഷയത്തിൽ മുസ്ലിം സമൂഹത്തിലെ സ്ത്രീകൾ പോലും പിന്തുണച്ചിട്ടും കേരളത്തിലെ ഇടതുപക്ഷം അതിനെതിരായ നിലപാടെടുത്തത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വോട്ടിംഗ് പാറ്റേൺ നമ്മൾ കാണുന്നത് കേരളത്തിന്റെ ജനാധിപത്യ സംവിധാനത്തിലെ ഇഷ്യൂ ബേസ്ഡ് ആയി പ്രതികരിക്കുന്നതിന് പകരം കുറച്ചുകൂടെ വർഗീയമായി പ്രതികരിക്കുകയും വർഗീയ സംഘടനകൾക്ക് ഭരണകൂടത്തിൽ നേതൃത്വം നൽകുന്ന തരത്തിലേക്കുള്ള ഒരു കാഴ്ചപ്പാട് ഇതിന്റെ പുറകിലുണ്ടെന്ന് നമുക്ക് വളരെ പ്രകടമായി നമ്മളെ വോട്ട് കാണിക്കും. ഇതിന് സമാന്തരമായ ഹിന്ദു ഏകീകരണം ഒന്നും ഉണ്ടായിട്ടുമില്ല. അപ്പൊ ഹിന്ദു ഭൂരിപക്ഷ മേഖലയിലാണെങ്കിൽ പോലും BJPക്ക് ആ തരത്തിലുള്ള ഒരു അപ്രമാദിത്വം ഒരു ജില്ലയിലും ഉണ്ടായില്ല. അപ്പൊ അതായത് സാധാരണഗതിയിൽ ഹിന്ദു കൺസോൾട്ടേഷൻ ഉണ്ടാകുമ്പോഴത്തേക്കും അതിന് ബദലായിട്ട് ന്യൂനപക്ഷ കൺസോൾട്ടേഷൻ ഉണ്ടാകും. ഇപ്പൊ നമുക്ക് കേരളത്തിൽ പറയാൻ കഴിയും, തിരുവനന്തപുരം ജില്ലയിൽ മാത്രമാണ് BJPക്ക് 25% വോട്ട് ഷെയർ ലഭിക്കുന്നത്. അതുകൊണ്ട് ന്യൂനപക്ഷങ്ങൾ ഏകീകരിക്കുന്നതിന് ഹിന്ദുക്കൾ ഏകീകരിച്ചുകൊണ്ടൊരു പ്രകോപനം ഉണ്ടായി എന്ന് പറയാനും കഴിയില്ല. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിന്റെ ജനാധിപത്യ സംസ്കാരത്തിന് അപകടകരമായ ഒരു പോളറൈസേഷൻ മതാടിസ്ഥാനത്തിൽ ക്രിസ്ത്യൻ മുസ്ലിം മേഖലകളിൽ ഉണ്ടായിട്ടുണ്ട്. അതിന്റെ പുറകില് കേവലം രാഷ്ട്രീയമായ കാരണങ്ങളോ ഗവൺമെന്റിന് എതിരായിട്ടുള്ള ഒരു ജനകീയ വികാരമോ മാത്രമാകണം എന്ന് ഇല്ല. പ്ലാൻഡ് ആയിട്ടുള്ള ഒരു സംഭവം, ഒരു വർക്ക് നടന്നിട്ടുണ്ടാവണം എന്ന്. അതായത് നമ്മൾ പ്രഥമ ദൃഷ്ടിയ നോക്കുന്ന സമയത്ത് കേരളത്തിലെ LDF ഗവൺമെന്റ് എങ്ങനെയൊക്കെയാണോ UDF മുസ്ലിം പ്രീണനം നടത്തിയത് അതേ രീതിയിൽ തന്നെയുള്ള പ്രീണനം അല്ലെങ്കിൽ മുസ്ലിം അനുകൂല നിലപാട്, പക്ഷെ അതിനേക്കാൾ ഉപരി അത് ആഗോള വിഷയങ്ങൾ പാലസ്തീനും ഗാസ ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ സ്വീകരിച്ചിട്ട് പോലും അവര് മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗം വളരെ കാര്യമായ തോതിൽ LDFനെ കൈയൊഴിയുന്ന സ്ഥിതിയാണ് കണ്ടത്. എന്നിട്ട് പോലും LDFന് അല്പമെങ്കിലും
പിന്തുണ കൊടുത്തത് ഭൂരിപക്ഷ വിഭാഗമാണ്, അല്ലെങ്കിൽ ഭൂരിപക്ഷ സമുദായത്തിന് സ്വാധീനമുള്ള പ്രദേശങ്ങളാണ് LDFന് നിലനിൽക്കാൻ. ഭൂരിപക്ഷ സമൂഹം മതപരമായി ചിന്തിച്ചിട്ടില്ല ഇവിടെ, അതിൽ ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് ചിന്തിച്ചിട്ടുണ്ടാവും. അപ്പൊ അത് വികസന രാഷ്ട്രീയങ്ങളിൽ വന്നിട്ടുണ്ടാവാം. സമീപകാലത്ത് നീങ്ങിക്കൊണ്ടിരിക്കുന്ന വളരെ അപകടകരമായ ഒരു പ്രവണതയാണ് ഇത് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത്.